തക്കട് ചുണ്ടരി എവിടെ പോണേ? എവിടെ പോണേ? അതെ, കാത്. അപ്പൊ തക്കട് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ തക്കടുവിന്റെ കാതുകുത്തിന് വേണ്ടിയിട്ട് പോവാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയാ അപ്പൊ ഗെയ്സ് ഞങ്ങള് കാത് കുത്താൻ പോവാണ്. ഗെയ്സ് പറഞ്ഞാലേ കാത് കുത്താൻ പോവാന്ന് പറഞ്ഞാലേ ഇന്നെന്താ കാത് കുത്ത? നിന്റെ കാത് കുത്ത? എവിടെ കമ്മലിടുക? കമ്മലെവിടെ ഇടുക? അതെ, നീ കരയോ? ഇല്ല, നല്ല കുട്ടിയാവൂലേ? പപ്പട കുട്ടി എവിടെ? ഇതാരാ? മുടി നോക്കട്ടെ. കളർ മുടിയൊക്കെ അല്ലേ? എന്നിട്ട് നോക്കുത്തിയുണ്ടല്ലേ? പക്ഷെ മറന്നു അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനി ട്രിപ്പ് പോകുമ്പോ വെക്കാം. ഓക്കെ, എന്നിട്ട് നൈല് വെക്കാൻ മറന്നു. ലോക എഫക്റ്റ് ആണല്ലേ? ചോക്ലേറ്റ് എവിടേക്കാ പോണേ? ടക്കട് ചുണ്ടരി എവിടെ പോണേ? എവിടെ പോണേ? അതെ, കാത്. ടക്കട്, അയ്യോ ഇത് തട്ടൊക്കെ ചാടിപ്പോയല്ലോ. ഓക്കെ, നടക്ക്. അപ്പൊ ഞങ്ങൾ മലബാർ ഗോൾഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ തക്കട് ഒരു കാത് കുത്താൻ പോവാണ്. എന്താവും അറിയില്ല. തക്കട് മാത്രല്ല കേട്ടോ, കാക്കുവിന്റെ ബ്രദറിന്റെ കുട്ടി, സിസ്റ്ററിന്റെ കുട്ടി, എല്ലാരും ഫുൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നീ നോക്കല്ലേ? കറിയോ? എന്തായാലും കറിയോ? എന്താ ഇന്നത്തെ കാത്തുമ്പോ കരഞ്ഞിരുന്നോ? ഇല്ല അല്ലേ? ഇല്ല. ഹായ് പറഞ്ഞേ. കുഞ്ഞെന്തിനു വന്നതാ? കമ്മലിടാം. കമ്മല്, ആ കമ്മലിപ്പെടും. കമ്മലിടാം നമുക്ക്. തല പിടിക്കാൻ സ്റ്റാക്ക് വേണം. കമ്മല് സൂപ്പർ സൂപ്പർ. സൂപ്പർ. ഇല്ല 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 ഇല്ല, കമ്മലിട്ട് സൂപ്പർ സൂപ്പർ. ഇല്ല കേട്ടാ സുന്ദരി, കമ്മലിട്ട് മമ്മി ഫോട്ടോ കാണിച്ചു തരാം. സൂപ്പർ സൂപ്പർ. ഇത് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിനെ കാതെത്തുമ്പോ ഉണ്ടായിരുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ. കുഞ്ഞാറ്റക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. 2 വയസ്സ് ആവണേന് മുന്നേ തന്നെ കുഞ്ഞാറ്റക്കുട്ടിയുടെ കാതും കുത്തി ഉണ്ടായിരുന്നു കേട്ടോ. സാറ് പോയി വേണ്ട. അതാ അതാ അപ്പൊ ഇവര് 3 പേരുമാണ് നമ്മുടെ ഇന്നത്തെ മണവാട്ടിക്കുട്ടികൾ. ഇവരുടെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ 3 പേരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
തക്കുടി ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്ത് വീഡിയോന് വേണ്ടുന്ന 2 കട്ടിങ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാതുകുത്തലിലേക്ക് കിടന്നു. മാറി ചിരിക്കടാ. രണ്ടുപേരും കരഞ്ഞു പോയി അല്ലേ? കുഞ്ഞാറ്റിനെ കുത്തണം. കുഞ്ഞാറ്റിനെ മൂക്കുത്ത അല്ലേ? അടയാളം ഇടാൻ പോലും സമ്മതിക്കുന്നില്ലേ ഗൈസ്? അതാണ് അവസ്ഥ. അതെ അതെ പോയോക്കാം. അറിയില്ലല്ലോ, അറിഞ്ഞിട്ടില്ലേ? ആദ്യത്തെ കാതുകുത്തിയപ്പോൾ സാറമ്മോള് വല്ലാണ്ട് കരഞ്ഞില്ല കേട്ടോ. പക്ഷെ രണ്ടാമത് കാതുകുത്താൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല കരച്ചിലായിരുന്നു. പിന്നെ തട്ടൊക്കെ ഊരി മാറ്റി അവളുടെ ഉപ്പ തന്നെ എടുത്ത് എണീറ്റ് നിന്നിട്ടാണ് പിന്നെ കാതുകുത്തിയത്. അപ്പോഴും നന്നായിട്ട് കൊതർന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികളല്ലേ, കാതുകുത്തുമ്പോൾ എന്തായാലും കരയുമല്ലോ. ഇനി നെക്സ്റ്റ് ഇൻഷുയുടെ കാതുകുത്താൻ പോവുകയാണ് കേട്ടോ. ആൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പക്ഷെ എന്തിനാ വന്നതെന്ന് ആൾക്ക് ഇതുവരെ അറിയില്ല. പിയേഴ്സിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. കാത് കുത്തുമ്പോഴും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ആൾക്ക് പിടികിട്ടിയത് എന്താണ് സംഭവം എന്ന്. അവിടെ തുള്ളി പോകണ്ട്. ഞാൻ വരുമ്പോ പറഞ്ഞ അവരോട് പറഞ്ഞ ആകാംക്ഷയിലാണ്. കുത്താം. സുന്ദരി. തക്കുടൂനെ കാതുകുത്ത വന്നിട്ട് പപ്പയ്ക്ക് എന്താ ഒരു മൂഡ് ഓഫ്? കമ്മലിടണ്ടേ? അങ്ങനെ തക്കിടുവിൻ്റെ കാതും കുത്തി. അവിടെ എത്തിയപ്പോൾ കാക്കു പറയാണ് ഇനിയിപ്പോൾ കാത് കുത്തണ്ട, ഇനി കുറച്ചും കൂടെ വലുതായിട്ട് കുത്തിയാൽ മതിയെന്ന്. ബാക്കി എല്ലാവരുടെയും കരച്ചില്ല കണ്ടപ്പോൾ. പക്ഷെ ഞാൻ നിർബന്ധിച്ചോ, നമ്മൾ കമ്മലൊക്കെ വാങ്ങി വന്നിട്ട് പിന്നെ കാത് കുത്താതിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. കഴിഞ്ഞു 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 കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 3 പേരുടെയും കാതുകുത്തൊക്കെ കഴിഞ്ഞ് എടപ്പാളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. കമ്മലിട്ട മമ്മിയുടെ കുട്ടി
കമ്മലിട്ടാ കമ്മലെവിടെ? കൂടുതൽ കമ്മലെവിടെ? ഇവർ 3 കുട്ടികളും ഏകദേശം ഒരേ ടൈമിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 മാസത്തിൻ്റെ ഒക്കെ വ്യത്യാസമാണ് ഉള്ളത്. പിന്നെ തക്കുടും മോനും തമ്മിൽ ഒറ്റൊരു ദിവസത്തെ ഡിഫറൻ്റ് ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നല്ല സൂപ്പർ ഹണി മന്തിയും അൽഫാം മന്തിയും എത്തി. അപ്പോൾ നമ്മുടെ കാതുകുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കും. നല്ല എന്താ അണിമന്തി പിന്നെ അൽഫാം മന്തി. റയാനൊക്കെ ഒരു പരിചയത്തെ പോലെ കിട്ടുന്നു. ഓ പാപ്പുന്ന നിങ്ങൾ ആരെയും കണ്ടാറില്ല. നിങ്ങൾ ആരെയും വേണ്ട. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയ്ക്ക് കാതുകുത്തിയത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ എല്ലാവരും തറവാട്ടിലേക്ക് പോയി. എവിടെ എല്ലാവരും കാത് കുത്തിയത്? എവിടെ നോക്കട്ടെ. എവിടെ കമ്മലെവിടെ? എവിടെ കമ്മല്? ആ റംബൂട്ടാനോ? ഡ്രാഗൺ ഫ്രൂട്ട്. കൈ മൊത്തം ചോപ്പാകുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ കാത് കുത്തി കഴിഞ്ഞിട്ട് തക്കുടും നിങ്ങളിത് പഠിക്കണ്ട. 8ന്റെ പണി കിട്ടും. നല്ല ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ടുണ്ടല്ലോ. കാത് കുത്തി കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനല്ലേ തക്കുടു? എവിടെ കമ്മലെവിടെ? വേദൻഷാ കാത് കുത്തിയപ്പോ കരഞ്ഞാ? എങ്ങനെ കരഞ്ഞേ? ആരെ കരഞ്ഞ? വേറെ ആരൊക്കെ കരഞ്ഞത്? ചാ കരഞ്ഞാ? ഇഞ്ചു കരഞ്ഞാ? ആരൊക്കെ കരഞ്ഞേ? ആരെ കരഞ്ഞേ?